നല്ല സ്വാദുള്ള പാൽ കൊഴുക്കട്ട 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് നാളികേരം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്. ആദ്യം ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കാം. കുറേശ്ശെയായിട്ട് തിളച്ച വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തിളച്ച വെള്ളം വേണ്ടി വരും. ഇപ്പൊ നല്ല ചൂടുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കാം. ഇപ്പൊ തന്നെ സോഫ്റ്റ് ആണ്, നന്നായിട്ട് കുഴയ്ക്കാം. ഇതിൽ നിന്ന് ഒരു കൈ, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാം. ഇപ്പൊ എല്ലാം ഉരുട്ടി എടുത്തു കഴിഞ്ഞു. ഇത്രയുണ്ട് ഉരുളകള്. വെള്ളം തിളച്ചു. സ്റ്റീമറിലേക്ക് എല്ലാം വെച്ചിട്ട് 10 മിനിറ്റ് ആവി കയറ്റണം. തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചതുകൊണ്ട് പകുതി വേവ് അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി അടച്ചു വെക്കാം. ഒരു നാളികേരം പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലാണ്. ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച മാവ് അലിയിച്ച് ചേർക്കാം. കട്ടകളില്ലാണ്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് ഒഴിക്കാം. 1/2 കപ്പ് പഞ്ചസാര, 6 ഏലക്കായ പൊടിച്ചത്. ഇനി യോജിപ്പിക്കാം. 10 മിനിറ്റായി. നല്ലോണം ആവി കയറിയിട്ടുണ്ട്. ഇനി മാറ്റാം. ചീനച്ചട്ടിയിലേക്ക് 2ാം പാലിൽ മാവ് ചേർത്ത് മിക്സ് ഒഴിച്ചിട്ട് തിളപ്പിക്കാം. 2ാം പാലായതുകൊണ്ട് നല്ലോണം തിളയ്ക്കണം. ഇപ്പൊ കുറുകിയിട്ടുണ്ട്, തിളയ്ക്കുന്നുണ്ട്. ഇനി ആവിയിൽ വേവിച്ച കൊഴുക്കട്ട ചേർക്കാം. 2ാം പാല് തിളച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കാം. ഒന്നുകൂടി തിളയ്ക്കട്ടെ. 3 മിനിറ്റ്